ദേ ചേട്ടാ. എന്താ മിനി? ദേ മിന്നുവിനെ കാണാൻ അവര് വരുന്നുണ്ടെന്ന് പറഞ്ഞു കദീസിനെ വിളിച്ചിരുന്നു. അവരിപ്പോ തന്നെ വരുന്നുണ്ടോ? അവര് വഴി അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞു. സെക്കൻഡ് ഭയങ്കര ബിസിയുള്ള ആളല്ലേ, ചിലപ്പോ അതായിരിക്കും. അത് ശരിയാ. എന്നാ നീ മോളോട് വേഗം ഒന്ന് ഒരുങ്ങാൻ പറ. മിന്നു മിന്നു മിന്നു, നീ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേ. അച്ചക്കൻ കാണാൻ വരുന്നുണ്ട്. അയ്യോ, അവരിപ്പോ തന്നെ വരുന്നുണ്ടോ? ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. മേക്കപ്പ് ഒക്കെ അത്ര മതി. നീ ഒന്ന് റെഡി ആവാൻ നോക്ക്. അമ്മ അപ്പോഴേക്കും അവർക്ക് കുറച്ച് കോഫി ഉണ്ടാക്കട്ടെ. ശരി. അയ്യോ, ഞാനിനി ഏത് ഡ്രസ്സാ ഇടുക? നേരെ വൈകിപ്പിക്കല്ലേ. ദേ ചേട്ടാ, അവര് വന്നു എന്നാ തോന്നുന്നേ. ഞാൻ കേട്ടു മിനി. ഞാൻ കുറച്ച് നേരം വെക്കില്ലേ മിനി? ഞാൻ കദീസം എവിടെയാന്ന് കരുതി വിളിക്കാൻ നിൽക്കായിരുന്നു. അവര് വരുമ്പോഴേ അവരോടൊന്ന് സംസാരിക്കാൻ ആരെങ്കിലും വേണ്ടേ? അല്ല, അപ്പൊ ഓന്റെ അമ്മ വന്നിട്ടില്ലേ? ഞാനിവിടെ ഉണ്ട്. അല്ലേലും നമ്മളെ ആരും വിളിക്കത്തൊന്നുമില്ല. എന്റെ മോൻ വിളിച്ചോണ്ട് വന്നതാ ഞാൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞേനാ? എനിക്ക് എന്റെ മോന്റെ വീട്ടിലോട്ട് വരാൻ ആരും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാനിങ്ങ് പോന്നു. പിന്നെ എന്റെ പേരക്കുട്ടിയുടെ ഒരു കാര്യം നടക്കുമ്പോൾ ഞാൻ വരാതിരിക്കാൻ പറ്റുമോ? അത് ശരിയാ. അല്ലെങ്കിലും കാരണവന്മാരൊന്നും ഇപ്പത്തെ കാലത്ത് ആരും വിളിച്ചൂല. ഇപ്പൊ മക്കൾക്കൊക്കെ വിവരം വെച്ച് തുടങ്ങിയില്ലേ. ഇനിയിപ്പോ നമ്മുടെ ആവശ്യമൊന്നും ഉണ്ടാവില്ലാന്നേ. തള തുടങ്ങുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ സംസാരിച്ചിരിക്കുന്നേ. എല്ലാരും അങ്ങോട്ട് വാ. മിനി, മോളെ അങ്ങോട്ട് പറഞ്ഞു വിട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ ആരാ? ഇതെന്റെ അമ്മയാ. നമസ്കാരം. നമ്മളെ പിന്നെ കൂടുതൽ പരിചയപ്പെടുത്താൻ ആവശ്യമില്ലല്ലോ അല്ലേ? അത് നല്ല ചോദ്യം. കദീസുമയെ പിന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആവശ്യമുണ്ടോ? പിന്നെ ചെക്കനെന്താ ജോലി? അവന് ഗവൺമെന്റ് സ്കൂളിൽ അധ്യാപകനാ. പിന്നെ അച്ഛന്റെ ബിസിനസ് ഒക്കെ ഒരുപാട് നോക്കി നടത്തുന്നുണ്ട്. അത് ശരി. അപ്പൊ കണ്ടമാന സ്വത്തൊക്കെ കാണൂല്ലേ? പിന്നല്ലാതെ എനിക്കുള്ളതൊക്കെ ഇവനല്ലേ. എന്താ മോന്റെ പേരെന്താ? എന്റെ പേര് നവനീത്. നിങ്ങൾ സംസാരിച്ചിരിക്കേ, ഞാൻ അപ്പോഴേക്കും മോളെ വിളിക്കാം. മോളെ മിന്നു. എന്താ മോളുടെ പേര്? എന്റെ പേര് മിന്നു. നല്ല പേര്. പിന്നെ മോൾ എത്രയിലാ പഠിക്കുന്നേ? ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞു. ഈ ബി.എഡ് ചെയ്യണമെന്നുണ്ട്. അവൾക്ക് ഇനി ഒരു ജോലിയൊക്കെ ആയിട്ട് കല്യാണം മതി എന്നാ പറയുന്നേ. അതിനെന്താ, ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് പഠിക്കേണ്ടൊക്കെ വരും. പഠിക്കുന്നതിനൊന്നും നമ്മുടെ വീട്ടിൽ ഒരു പ്രശ്നമില്ല. അവൾക്ക് വേണ്ടത്ര പഠിച്ചോട്ടെ, അല്ലേടാ മോനെ? അതെ അതെ, പഠിക്കുന്നതിനൊന്നും എന്താ പ്രശ്നം? മോളെ, ഈ ചായ അങ്ങോട്ട് കൊടുത്തേ. എന്റെ മോളായോണ്ട് പറയല്ലേ, വലിയ നാണക്കാരിയാ. അതൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തോളാം. ഇതാ. അയ്യോ, അച്ഛമ്മക്ക് ആദ്യം കൊടുത്തേക്കൂ. അത് സാരയില്ല, അത് സാരയില്ല. ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്കതൊന്നും അറിയില്ല. അമ്മയെ കണ്ടാൽ ഇത്രയും വലിയൊരു മോളുണ്ടെന്ന് തോന്നിക്കേയില്ല. അത് പിന്നെ ഞങ്ങൾ പാരമ്പര്യമായിട്ടേ തീരെ പ്രായം തോന്നിക്കാത്ത ആൾക്കാരാ. പിന്നെ അതുമല്ല, എനിക്കതിന് മാത്രം പ്രായം ആയിട്ടില്ലേ. അച്ഛന്റെ അമ്മയും വിവരദോഷം കൊണ്ട് അന്ന് നേരത്തെ കെട്ടിച്ചു വിട്ടു. ഓരോരുത്തർക്കും ഓരോ വിധിയല്ലേ. പിന്നെ അവളുടെ ഒരു വിധി. നീ ഇങ്ങനെ ഇടിച്ചോണ്ട് നിന്നോടാ മരമണ്ട. അമ്മേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ മിണ്ടാതിരുന്നേ. നിങ്ങൾ സംസാരിക്കേ. അല്ല, ഇപ്പത്തെ കാലല്ലേ, ആ ചെക്കനും പെണ്ണിനും വിദ്യകളൊക്കെ വർത്താനം പറയാണ്ടാവും. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ മാറിക്കൊടുക്കാം. അത് ശരിയാ. എന്റെ മോനൊന്ന് നന്നായിട്ട് സംസാരിക്കാത്തതിന്റെയാ ഞാൻ അനുഭവിക്കുന്നേ. ഈ തൊള്ളേനൊന്ന് ഞാൻ മക്കൾ അങ്ങോട്ട് പുറത്തോട്ട് പൊക്കോ. നീ എന്താടാ ഇവിടെ ഇരിക്കുന്നേ? പൊക്കോ. എന്താ മോനെ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇങ്ങനത്തെ നാണമൊന്നും ഇല്ലല്ലോ. മോനെ അങ്ങോട്ട് ചെല്ലേ. നടന്നൂടെ? കാലിന്റെ മുട്ടിനെ ഭയങ്കര വേദന, അതുകൊണ്ട് ഇറങ്ങാനൊരു ബുദ്ധിമുട്ട്. അല്ല, മുത്തശ്ശൻ എങ്ങോട്ടാ? നിങ്ങൾ അവിടെ ഇരുന്നോ, കൊച്ചുമോ പോയിക്കോട്ടെ. മുത്തശ്ശനാ? തെത്തങ്ങളീ വരണ്ടേ? ഇതാണ് നമ്മളെ ചെക്കന്. എന്ത്? ഈ കിളവൻ എന്റെ മോളെ കെട്ടാൻ വന്നതാണോ? പിന്നല്ലാതെ നിങ്ങൾക്ക് പിന്നെ എത്ര വിചാരിച്ചത്? അതല്ലേ ഞങ്ങളോട് പറഞ്ഞത്, ചെക്കനെ കണ്ടെങ്കിൽ നെട്ടുന്നേ. ഇത്രയും നല്ലൊരു ചെക്കനെ നിങ്ങൾക്ക് ഓടുന്നു കിട്ടാനാ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിൽക്കണ്ടേ. കുഴിയിലോട്ട് കാല് നീട്ടി നിൽക്കുന്ന ഇവൻ എന്തിനാ ഈ സർക്കാർ ഉദ്യോഗം? എന്നാലും കദീസുമ, നിങ്ങൾക്ക് എന്താ തീരെ അന്തയില്ലേ? അതിന് പോനക്കത്തെ പോയപ്പോ മുടി കുറച്ചൊന്നും നരച്ചേക്കണമെന്നല്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് കെട്ടിക്കൂടായിരുന്നു അവരെ? കെട്ടാനൊക്കെ പൂതിണ്ടേനി. അതിന് നമ്മൾ അബൂക്ക സമ്മതിക്കണ്ടേ? നിന്റെ അബൂക്കാനെ കൊണ്ടേ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. നിങ്ങളൊരു തമാസ. ഇത്തങ്ങളിങ്ങ ഇല്ല, നിങ്ങളത് ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാണോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. വിളിച്ചു വരുത്തി അപമാനിക്കാന്നാ? നിങ്ങളെ മോന്റെ ഫോട്ടോ വിട്ട് തന്നത് എന്തായിരുന്നു? ആ ഇരിക്കുന്ന പയ്യന്റെ ഫോട്ടോ അല്ലേ നിങ്ങൾ വിട്ട് തന്നെ? കദീസുമ, ഇവരെന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? അതെ, ഞാൻ ഫോട്ടോ വിട്ടെടുത്തോട്ട് ചെറിയതായിട്ടൊന്ന് മാറിപ്പോയി. ഞാനേ ഇയാളെ ചെറുപ്പത്തെ ഫോട്ടോ വിളിക്ക് വിട്ടെടുത്തത്. ഈ പട് കിളവനെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പറ്റിക്കുന്ന. നീ എന്താടി ഇളിച്ചോണ്ട് നിൽക്കുന്നേ? നിനക്ക് ഇയാളെ കെട്ടണോ? അങ്ങനെ ചോദിച്ചാ അമ്മയ്ക്കൊക്കെ ഇഷ്ടായെങ്കി എടി മണ്ടി, നീ അവനെ നോക്കി നിന്നോ. ഞാൻ ഇയാളെ കുറിച്ചാ ചോദിച്ചേ. കദീസുമേ, നിനക്ക് കൊണ്ടുവന്നത് ആ കൊറിയക്കാരനല്ല, ഈ നിൽക്കുന്ന മരങ്ങോടനെയാ. ഏതായാലും ഓക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് നിങ്ങളുടെ നടത്താം. പ്രായത്തിന് മൂത്തതാണെന്ന് നോക്കില്ല. കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിക്കണ്ടെങ്കിൽ ഇവരെയും കൂട്ടി പോക്കോ. ഇപ്പൊ ഇത്ര ചൂടാവാനത്താ? എന്റെ മോളെ പോലെ നോക്കൊന്നേ. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടായി. ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാന്നേ. അമ്മ ഞങ്ങളെ രണ്ടുപേരും ഒന്ന് കെട്ടിച്ചു തരണം. ആരാടോ തന്റെ അമ്മ? എന്റെ അച്ഛനേക്കാളും പ്രായമുണ്ടല്ലോ തനിക്ക്, എന്നിട്ട് എന്നെ അമ്മ എന്നോ? തന്റെ ഈ വെപ്പുതാടി ഞാൻ പിടിച്ചിട്ട് വലിച്ചെടുക്കും. മിനി ആരാണെന്ന് നിനക്ക് ശരിക്കറിയില്ല. മര്യാദക്ക് ഇറങ്ങി പോക്കണം എന്റെ വീട്ടിൽ നിന്ന്. സോറി അച്ഛമ്മേ, നമുക്ക് ഇവിടുന്ന് വേഗം ഇറങ്ങാം. പറഞ്ഞ മേൽ തന്നെ എത്ര തള്ള ഇവിടെ ചെറിയിൽ നോക്കി നിൽക്കുന്നത്? ഞങ്ങളുടെ പോയിക്കോളി. അമ്മേ, എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട്. നിനക്ക് ഇത്രയും കിട്ടിയതൊന്നും പോരടാ കിഴങ്ങ. അവന്റെ ഒരു തൊലിഞ്ഞ മോന്തയും വെച്ചോണ്ട് എത്ര നാളെ പെണ്ണ് കാണാൻ നടന്നേ. പിന്നെ നിന്നോട് അന്നേ പറഞ്ഞേ, ആയ കാലത്ത് പെണ്ണ് കെട്ടണമെന്ന്. ഇവിടെ കിണിച്ചോണ്ടിരിക്കാതെ വേഗം നടക്കാൻ നോക്ക് മരമണ്ട. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. വെറുതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ്ട. പിന്നെ ഞാനും ഓലെ കൂടെ പോട്ടേട്ടാ. അതാ നിങ്ങളെ തടിക്ക് നല്ലത്. കദീസുമാനെ കാണാൻ ഒരു ദിവസം അങ്ങോട്ട് വരണ്ട്. എനിക്ക് നന്നായിട്ടൊന്ന് കാണാം. ഞാൻ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവില്ല. സ്കൂൾ പൂട്ടായിട്ടേ ഞാൻ പോയാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരുമല്ലോ അല്ലേ? ഇനിയിപ്പോ അവിടെ അധികം നിൽക്കാത്തതാ നല്ലത്. നടന്നൂടി. സോറി അങ്കിൾ, അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. അത് സാരമില്ല മോനെ.
ചെറിയച്ഛൻ കുറേ നാളായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, നാട് വിട്ട് പോയതായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു. അച്ഛമ്മ കുറേ നാളായിരുന്നു ഒരു പെണ്ണിനെ തപ്പി നടക്കുന്നു. പക്ഷേ ഇത്രയും ചെറിയ പെൺകുട്ടിയാണെന്ന് എനിക്കും അറിയില്ലായിരുന്നു. നിങ്ങൾ ക്ഷമിക്കണം. ഓ അത് കുഴപ്പമില്ല, മോൻ പൊക്കോ. എന്നാ ശരി ആൻറ്റി. ആ ശരി മോനെ. നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യൻ അല്ലേ ചേട്ടാ? ആ അതെ അതെ. മോളെ മിന്നു, ഒന്നവിടെ നിന്നേ. അയ്യോ എന്താ അച്ഛാ? മോൾക്ക് സങ്കടമായില്ലേ? അയ്യോ എന്തിന്? ഞാനിത് എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതിയായിരുന്നു വിചാരിക്കായിരുന്നു. എന്റെ ആഗ്രഹം പോലെ തന്നെ ആയി അല്ലേ അമ്മേ? ഇനി ഏതായാലും മോളുടെ പഠിത്തം കഴിഞ്ഞിട്ട് മതി കല്യാണാലോചനയൊക്കെ. അതെ മിനി, എന്നോട് ഇനി ഇവളെ കല്യാണക്കാര്യവും പറഞ്ഞ് വരാൻ നിൽക്കണ്ട കേട്ടല്ലോ. ഇല്ല ചേട്ടാ, അല്ലെങ്കിലും പെൺകുട്ടികൾ കുറച്ച് പഠിക്കുന്നതാ ഇപ്പോഴത്തെ കാലത്ത് നല്ലത്. എന്തിനാ ഈ ചെറുപ്പത്തിലെ പിടിച്ച് കെട്ടിച്ചു വിടുന്നേ? എന്റെ അമ്മേ, അതിന് ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. ഇവിടെ നാട്ടുകാരോട് ഓരോ വർത്താനം കേട്ടിട്ട് വരും. ഇപ്പോഴത്തെ കാലത്തെ പഠിച്ചൊരു ജോലി ആവാതെ കല്യാണം കഴിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. അത് ശരിയാ അമ്മേ, അമ്മ പറഞ്ഞത്. അവള് പഠിച്ചോട്ടെ. അച്ഛാ ഞാനെന്നാ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. പാവ മോള്, അവൾക്ക് നല്ല സങ്കടം ഉണ്ടെന്നാ തോന്നുന്നേ. ചേച്ചി എന്താ ഇവിടെ ആലോചിച്ച് നിൽക്കുന്നേ? കൊറിയക്കാരൻ ആലോചിച്ചിരിക്കണോ? അല്ല കൊറിയക്കാരൻ വന്നിട്ട് കണ്ടു പറ്റിപ്പോയോ? അവരൊക്കെ വന്നു പോയല്ലോ. എന്നിട്ട് എന്തായി? ചേച്ചി എന്നാ ഇവിടെ നിന്ന് പോകുന്നേ? ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് സ്വസ്ഥായിട്ട് കിടന്നുറങ്ങാനാ. എന്നിട്ട് ടുട്ടു അത് ശരിയാ, ചേച്ചി പോയിട്ട് വേണം ചേച്ചിയുടെ ബെഡിൽ എനിക്ക് കയറി കിടക്കാൻ. ഒന്ന് പോയടാ, നിങ്ങൾ രണ്ടുപേരെ ഞാൻ പോകുന്നത് നോക്കി നിൽക്കാല്ലേ. അതെ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവുന്ന നിങ്ങൾ കരുതണ്ടോ. അതെന്തേ? എനിക്ക് ആ കൊറിയക്കാരനെ ഇഷ്ടമായില്ല. കള്ളം പറയില്ല ചേച്ചി, ചിലപ്പോ അയാൾക്ക് ചേച്ചിനെ പറ്റി കാണില്ല. ഒന്നുമല്ല. അല്ല നിങ്ങൾക്ക് രണ്ടൊക്കെ പഠിക്കാനൊന്നുമില്ലേ? മനുഷ്യനൊന്നും സ്വസ്ഥായിട്ട് ഇരിക്കാനും സമ്മതിക്കത്തില്ല. അത് ശരി, അപ്പൊ ക്രിസ്മസ് പൂട്ടായതൊന്നും ചേച്ചി അറിഞ്ഞില്ലേ? ഞങ്ങൾക്ക് ഇനി 10 ദിവസത്തിന് സ്കൂളില്ല. എന്റെ ദൈവമേ, 10 ദിവസം ഇനി നിങ്ങളെ സഹിക്കണോ? പിന്നല്ലാതെ. അല്ല എന്താ എല്ലാരും കൂടി ഇവിടെ ഇരിക്കുന്നേ? പൊന്നച്ച, ഞാൻ തണുത്തിട്ട് ഇവിടെ വന്നിട്ടൊന്ന് തീ കായാന്ന് കരുതി വന്നതാ. അപ്പൊ അതെ ജമ്പനും തുമ്പനും കൂടി വന്നിരിക്കുന്നു ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇത് ശരി, എന്താ രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. ആ സന്തോഷം ഇല്ലാതിരിക്കില്ലല്ലോ, 10 ദിവസം സ്കൂൾ പൂട്ടിയില്ലേ. നീ ഇപ്പൊ വീട് തിരിച്ചിട്ടിട്ടല്ലേ പോവൂ. അല്ലാതെ ഇതുവരെ എക്സാം എന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മയുടെ വഴക്ക്. അച്ഛ ഇപ്പൊ കണ്ടില്ലേ? അച്ഛാ നമുക്കൊന്ന് പുറത്തു പോയാലോ? ഈ സമയത്ത് പുറത്തു പോവാനോ? പ്ലീസ് അച്ഛാ, ഇന്ന് ക്രിസ്മസ് അല്ലേ. അപ്പൊ പുറത്തൊക്കെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. പ്ലീസ് അച്ഛാ പ്ലീസ്, നമുക്ക് പോയാലോ? എന്നാ വേഗം റെഡി ആയിക്കോ. ഞാനില്ല അച്ഛാ. ചേട്ടാ അവളെ എങ്ങനെയെങ്കിലും കൂട്ടിക്കോ. അവളെ മൂടൊന്ന് മാറ്റാനോ നല്ലതാ. പറ്റില്ല, മോളില്ല ഞാൻ പറ്റില്ല. നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ കണ്ടിട്ട് വരാം. എന്താ ചേച്ചി? വാ ചേച്ചി. ശരി. എല്ലാവരും വേഗം റെഡി ആയിട്ട് വണ്ടി കയറിക്കോ. 5 മിനിറ്റ് കൊണ്ട് ഞാൻ വണ്ടി എടുക്കും. ഇതേ മിനി നിന്നോട് കൂടിയിട്ടാ പറയുന്നത്. ഇനി ഞാൻ വണ്ടി എടുത്തതിന് ശേഷം എനിക്ക് മേക്കപ്പ് ഇടാനുണ്ട്, പൗഡർ ഇടാനുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പോകും. അയ്യോ ഞാനിത് ഇപ്പൊ വരാം. പിന്നെ അമ്മയോട് ഒരുങ്ങാൻ പറ കേട്ടോ. വേറൊരു കാര്യം, നിങ്ങൾ എങ്ങനെ എന്നെ ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് വന്നേ? അച്ഛമ്മേ ഇതൊക്കെയുള്ള ഒരു എന്റർടൈൻമെന്റ്. ഇതൊക്കെ എന്ത് ഈ വയസ്സാം കാലത്ത് എനിക്കെന്താ? അച്ഛൻ അങ്ങോട്ട് നടക്കേ. അവിടെ ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ ഉണ്ട്. മൂപ്പനെ കാണണം ഞാൻ കുറെ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഹലോ, എന്താ സുഖമാണോ? ഓ സുഖമായിട്ടിരിക്കുന്നു. അച്ഛമ്മ പേടിച്ചെന്നാ തോന്നുന്നേ. ഹാപ്പി ക്രിസ്മസ് മക്കളെ. നിങ്ങളെല്ലാവരും അപ്പൂപ്പനെ കാണാൻ വന്നതാണോ? എനിക്ക് അപ്പൂപ്പനെ വലിയ ഇഷ്ടാ. അച്ഛാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരോ? അതിനെന്താ, അങ്ങോട്ട് മാറുന്നില്ലേ? എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് ഇതേ ആ ക്രിസ്മസ് ട്രീയുടെ താഴെയുണ്ട്. അത് ശരി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് ഉണ്ടോ? പിന്നല്ലാതെ അപ്പൂപ്പൻ വരുമ്പോ പിന്നെ കൊച്ചുമക്കൾക്ക് ഗിഫ്റ്റ് ഇല്ലാതെ വരുമോ? ഓ ഏതായാലും ഇങ്ങനെ ഒന്ന് അടുത്ത് കാണുന്നത് ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ട് തന്നെയല്ലേ അച്ഛമ്മേനോട് വരാൻ പറഞ്ഞേ. എന്നാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുത്താലോ? എന്നാ എല്ലാരും കൂടി ചേർന്ന് നിന്നേ. അച്ഛമ്മേ ഫോട്ടോ എടുക്കാൻ പോവാണേ. അത് ശരിയോ, എല്ലാവരും ചിരിച്ചു നിന്നോണം. അപ്പൊ എന്റെ കൊച്ചു കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ കണ്ടല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം ഇഷ്ടായോ? ഇഷ്ടമെങ്കിൽ എല്ലാവരും കമന്റിൽ അറിയിക്കണേ. പിന്നെ ഇതേ ടുട്ടു നമ്മുടെ ഒരുപാട് കൂട്ടുകാർ ഒരു ഹായ് പറയാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു. അവർക്ക് എല്ലാവർക്കും ഹായ് നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ തരും. മിനിലാൻഡിന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അപ്പൂപ്പന്റെ ഒരു ബിഗ് ഹായ്. എല്ലാവർക്കും സന്തോഷമായല്ലോ അല്ലേ? പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ എല്ലാവരുടെയും ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കണേ. അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ബൈ.